എറണാകുളം പറവൂരിൽ 3.5 വയസ്സുകാരിക്ക് തെരുവനായയുടെ കടിയേറ്റ സംഭവത്തിൽ ചിറ്റാറ്റുകര പഞ്ചായത്തിനെതിരെ കുട്ടിയുടെ പിതാവ് മിറാഷ്. പഞ്ചായത്തിൽ നിന്ന് ചികിത്സാ സഹായം ലഭിച്ചില്ല എന്നാണ് പരാതി. ചികിത്സ ഉറപ്പാക്കുമെന്നായിരുന്നു സർവകക്ഷി യോഗ തീരുമാനം. 3.5 വയസ്സുകാരി ഉൾപ്പെടെ 2 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതിനു പിന്നാലെ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. പ്രതിരോധ സംവിധാനങ്ങൾ ഊർജിതമാക്കുന്നതിനൊപ്പം കുട്ടിയുടെ ചികിത്സ ഉറപ്പാക്കുമെന്നുമായിരുന്നു തീരുമാനം. എന്നാൽ സർക്കാർ സഹായം ലഭ്യമാക്കുന്നതിൽ പഞ്ചായത്ത് സാങ്കേതിക തടസ്സം ഉന്നയിച്ചെന്നാണ് പരാതി. നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത പണം നൽകാമെന്ന പഞ്ചായത്ത് നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് കുട്ടിയുടെ പിതാവും വ്യക്തമാക്കി. ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരാണ്. ആഴ്ചയിൽ ഓൾറെഡി തിങ്കളാഴ്ച പോയി ബുധനാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അങ്ങനെയാണ് പറയുന്നത്. ആഴ്ചയിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം അങ്ങോട്ട് കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു തുകയും കാര്യം എന്തെങ്കിലും ഒരു ചിലവിനാണ് നമ്മൾ പഞ്ചായത്തിനോട് ചോദിച്ചത്. എനിക്ക് ഇനിയിപ്പോൾ ഇത് കഴിയുന്നവരും വേറെ പണിയും കാര്യങ്ങളൊക്കെ ഒന്നും നോക്കാനും പറ്റുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ എൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ ഞാൻ എന്തായിരിക്കും. സർക്കാർ സഹായത്തിനുള്ള ശ്രമം തുടരുമെന്നും അടിയന്തര ഇടപെടൽ എന്ന നിലയ്ക്കാണ് മറ്റു മാർഗങ്ങൾ തേടിയതെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ആവശ്യമായ ഇടപെടലുകൾ നടത്തിയെന്ന് സ്ഥലം MLAയും പ്രതിപക്ഷ നേതാവുമായ VD സതീശനും അറിയിച്ചു. ചെവിക്ക് ഗുരുതര പരിക്കേറ്റ കുട്ടി ആശുപത്രി വിട്ടെങ്കിലും നിരീക്ഷണത്തിലാണ്. മീഡിയ 1 കൊച്ചി.